ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു ട്രിപ്പ് പോയാലോ? ആക്ച്വലി നാളെ ഞങ്ങൾ ട്രിപ്പ് പോവുകയാണ്. അതിൻ്റെ പ്ലാനിങ്ങിലൊക്കെയാണ്. ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയൺ ചെയ്യണം. പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നല്ലേ. കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. നോർമലി എൻ്റെ മാത്രമല്ല, നമ്മൾ ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും നമ്മളുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണണം എന്നുള്ളത്. അപ്പോൾ ഫൈനലി എനിക്കത് കാണാനുള്ള ടൈം എത്തിയിരിക്കുകയാണ്. നാളെ സാറ്റർഡേ 1-ാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് മംഗള ലക്ഷദ്വീപ് ആണ് വണ്ടിക്കാണ്. ഉച്ചയ്ക്കല്ല 3 മണിക്കാണ് വണ്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഒരുപാടുണ്ട്. ഏതൊക്കെ എടുത്ത് വെക്കണം, ഏതൊക്കെ എടുത്ത് വെക്കേണ്ടതെന്ന് അറിയണില്ല. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ 3 ദിവസം പിന്നെ വണ്ടിയിൽ എല്ലാം പാടായിട്ടൊരു 1 വീക്കിൻ്റെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നേരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അതൊക്കെ ആലോചിച്ച് ചെയ്യാണ് കേട്ടോ. ഈ വീഡിയോ ആക്ച്വലി ഞാൻ പോയി വന്നതിന് ശേഷമാണ് പോസ്റ്റ് ചെയ്യണത്. എനിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. അതിന് മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഉള്ള ഞങ്ങളെ പ്രഹസനമാണ് കേട്ടോ. ഞങ്ങൾക്ക് സൈഡ് സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അതോടുകൂടി ഞങ്ങളുടെ കേരള ഫുഡ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങി. നല്ല സുഖമായിരുന്നു കേട്ടോ. നമുക്ക് സൈഡ് സീറ്റാണ്. സൈഡ് ലോവർ സീറ്റും അപ്പർ സീറ്റുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുമ്പോൾ കുട്ടി ഏട്ടൻ്റെ കൂടെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അല്ല, പോകുമ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ഏട്ടൻ്റെ കൂടെയായിരുന്നു. നമ്മൾ കൊങ്കൺ വഴിയാണ് പോകുന്നുണ്ടായിരുന്നത്. അത് കാരണം ഒരുപാട് തുരങ്കങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റി. ആക്ച്വലി കാണാൻ പറ്റിയിട്ടൊന്നുമില്ല, ഫുള്ള് ഇരുട്ടാണ്. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെറും ഷോ മാത്രമാണ് കേട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ നമുക്ക് AC ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പോണതൊക്കെ നമ്മൾ ആ കൊങ്കൺ വഴിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലൊന്നും കാണില്ല, എനിക്കറിയാം. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇരുട്ടത്തിരുന്നിട്ട് വീഡിയോ എടുത്തത്. എന്താണെങ്കിലും നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ട്രിപ്പായിരുന്നു. അങ്ങനെ എണീറ്റ് വണ്ടി ഏതോ സ്റ്റേഷനിൽ കുറച്ച് നേരം പിടിച്ചിട്ടു. എവിടെയാണ് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രഷ് ചെയ്യാന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതാണ്. പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല നമ്മളെ ബോഗിൻവില്ലയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു AC-യുടെ ആണ് എന്നുള്ളത്, പക്ഷെ അല്ല. സ്റ്റേഷനൊക്കെ വലിയ തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം വണ്ടി അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ആ ഒരു ചെറിയ വെയിലൊക്കെ കൊണ്ടു. അപ്പോൾ കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൽ നിങ്ങൾക്കറിയാം നമുക്ക് എത്ര നമ്മളുടെ പരിമിതികൾ എന്നൊക്കെ. അങ്ങനെ ബ്രഷ് ചെയ്യലും സ്കിൻ കെയറൊക്കെ ചെയ്തിട്ട് ഫ്രഷപ്പായിട്ട് വന്നിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ഫുഡ് കഴിക്കണം. ആക്ച്വലി നമ്മളൊരു 8 മണി 8:30 ആയി നീറ്റപ്പോൾ. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അമ്മ വരുമ്പോൾ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സുമാറ്റോ റെയിൽ റെസ്റ്റോ എന്നുള്ള ആപ്പ് വഴിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പവും ബണ്ണൊക്കെ കഴിച്ചു. ബണ്ണും പീനട്ട് ബട്ടറൊക്കെ കഴിച്ചു. AC-യിൽ ഇരുന്നിട്ട് തന്നെ ഉണ്ണിയപ്പൊക്കെ കുറച്ച് നല്ല ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. നമുക്ക് വീട് വിട്ടിട്ട് പോകുമ്പോഴല്ലേ നമ്മൾ വീട്ടിലത്തെ ഫുഡിൻ്റെ ഒരു വാല്യൂ അറിയുന്നത്. സീരിയസ് ആയിട്ട് നമുക്കങ്ങനെ പറയണത് കേട്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. നമ്മളങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊരു അനുഭവം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ തണുപ്പാണെങ്കിലും കുറച്ച് കട്ടിയായിരുന്നെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അറിയണില്ലല്ലോ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താ ഫുഡ് കാര്യങ്ങളൊന്നും. അപ്പോൾ നമ്മൾ അതായത് എക്സൈറ്റഡ് ആയിരുന്നു. അറിയാം ബ്രെഡ് റൊട്ടി കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ ഓരോ ഹൈജീനും നമുക്ക് കമ്പൽസറി ആണല്ലോ, കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഫുഡിൻ്റെ കാര്യത്തിൽ. ഫുഡ് നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. അങ്ങനെയാണ് പുക മഞ്ഞ പുക
സ്പെസിഫിക്കലാണ് തീയിട്ടുണ്ട് ഓടുന്നു. നമുക്ക് വണ്ടിയിൽ നിന്ന് കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കുറച്ച് പയ്യന്മാർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പോകെ പോകെ നല്ല അടിപൊളി കമ്പനി ആയിരുന്നു കേട്ടോ. അവർ മണാലിക്ക് ട്രിപ്പ് പോവായിരുന്നു. അതിൽ ഒരാളിരുന്നിട്ട് കാർഡും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ട് അവരിരുന്നിട്ട് എന്തോ കളിക്കുകയാണ്. അപ്പോൾ നീ അവിടെ ഇരുന്നോട്ടോ, ചേട്ടൻ നടി കിട്ടുവേ. ആ കീ ചെയിനും ബ്രേസ്ലെറ്റ്സും ഒക്കെ കൊണ്ട് നടക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാനും മേടിച്ചു. ഒരു കൈ ചെയിനും ഒരു ആംഗ്ലിറ്റ് പീസും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു വെയിലടിച്ചപ്പോൾ ഞാനും കുട്ടിയും കടന്നു. ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നതാണ് കേട്ടോ, ഉറങ്ങിയിട്ടില്ല. മഹാരാഷ്ട്ര പക്ഷെ നമ്മളുടെ നാടിൻ്റെ ഒരു ഫീൽ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു തോന്നുന്നില്ല. നമുക്ക് കുറച്ച് നമ്മൾ കഴിഞ്ഞ പനവേലെത്തും. അവിടുത്തെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾക്ക് കുറച്ച് ടീംസിനെ കിട്ടിയിട്ടുണ്ട്. അവർ മണാലി. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ ഉറക്കം വരാഞ്ഞിട്ടാണോ എന്നറിയില്ല, തീരെ ഉറക്കം കുറവായിരുന്നു. കിട്ടിയ ചാൻസിന് പിടിച്ച് ഞാൻ പോക്കി കടത്തി ഉറക്കിയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉണ്ണി ഉറങ്ങിയപ്പോൾ തന്നെ ഏട്ടനും സൈഡായിട്ടുണ്ടായിരുന്നു. ഉച്ച നേരം ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും മഞ്ഞും കാര്യങ്ങളൊക്കെ വീണ് തുടങ്ങി കേട്ടോ. പിന്നെ നല്ല തണുപ്പായി. അങ്ങനെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. പിറ്റേന്ന് മോർണിംഗ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ പോകെ പോകെ നമ്മളുടെ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പും കാര്യങ്ങളും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളവിടെ എത്തുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. രാവിലെ തന്നെ നീറ്റു. എന്താണെങ്കിലും നമുക്കങ്ങനെ വണ്ടിയിലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരം പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം ഉറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ മോർണിംഗ് ടൈമിൽ നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് സൺറൈസാണ് കേട്ടോ. സ്നോ ആണ് പുറത്ത്, നല്ല സ്നോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലെ സൺറൈസ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടോ എനിക്ക്. ഞങ്ങളൊക്കെ നീറ്റു. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ സൈഡാണ്, ആരും നീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എണീറ്റ് നമുക്ക് ബ്രഷ് ചെയ്യണമല്ലോ. ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് വീണ്ടും പുറത്തേക്ക് വന്നു. ആസ് യൂഷ്വൽ ഏട്ടൻ കുട്ടിക്ക് ബ്രഷൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ നിന്നു. വണ്ടി മൂവിങ് ആണ്. അപ്പോൾ എനിക്ക് അധികം നേരം വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പോകുന്ന ഓരോ വഴിയിലും ഓരോ സ്റ്റേഷനിലും നിന്നില്ല നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോകുന്നതൊക്കെ എനിക്ക് എത്രത്തോളം നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഒരു കാര്യം ഫോണിൽ പകർത്തുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ട്. നല്ല കാഴ്ചയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫൈനലി നമ്മൾ ആഗ്ര കാണ്ടിൽ റീച്ച് ചെയ്തു. 10:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷനിൽ ഓൾമോസ്റ്റ് നല്ല റഷ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുന്നിടത്ത് ഫുൾ മലയാളീസ് ആയിരുന്നു. അത് കാരണം നമുക്ക് നാട് വിട്ടു പോകുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടായിരുന്നില്ല. നോക്കുന്നിടത്തൊക്കെ മലയാളീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ നാട്ടിൽ വളരെ കുറേ കുരങ്ങന്മാരും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ തന്നെ റിട്ടയറിംഗ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കണ്ടറിയുമല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് ടൂർ വന്നതാണെന്നുള്ളത്. അപ്പോൾ ഗൈഡ്സും കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നമ്മളതിനിങ്ങനെ ചുറ്റി പൊതിഞ്ഞ് നിൽക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ. നമ്മൾ റിട്ടയറിംഗ് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, തരക്കേടില്ലാത്ത റൂമാണ്. നാട് വിട്ടു പോകുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫായി തോന്നുന്നത് ഇങ്ങനത്തെ റിട്ടയറിംഗ് റൂംസാണ്. നമ്മൾ ഇതങ്ങനെ തന്നെയാണ് നാട്ടിൽ നിന്ന് പോകുമ്പോൾ പൊതുവെ എടുക്കാറുള്ളത്. അപ്പോൾ ചൂടുവെള്ളമൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. അതാണ് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നിയത്. വേറെ ഒന്നും വേണ്ട, ചൂടുവെള്ളം കിട്ടിയാൽ മതിയെന്നേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. തരക്കേടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള എക്സിറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും തരക്കേടില്ല. നമുക്ക് നാട് വിട്ടു പോകുന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും പുതിയൊരു നമ്മളുടെ കുറേ നാളത്തെ ആഗ്രഹം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം. നോർമലി എൻ്റെ മാത്രമല്ല, നമ്മളുടെ ഒരു ആഗ്രഹം കംപ്ലീറ്റ് ആവാൻ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെയാണല്ലേ. അങ്ങനെ നമ്മളവിടെ എത്തി, കൂളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനും കുട്ടിയും കൂടെയുള്ള കുറച്ച് ഷോ ആണ് ഇത്. ഞാൻ അവിടെ എത്തുന്ന വരെയുള്ള വീഡിയോസാണ് ഇടുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ.